LDC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങിയോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായും വേണ്ടുന്ന ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ LDC പരീക്ഷ ഒരുപാട് പേര് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പഠനം തുടങ്ങിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തേക്കായിരിക്കും വരാൻ പോകുന്നത്. പരീക്ഷ നടക്കാൻ പോകുന്നത് അടുത്ത വർഷം ഒരു മിഡിൽ റേഞ്ച് ഒക്കെ ആകുമ്പോഴായിരിക്കും അല്ലെ. അപ്പോ പഠിക്കാൻ സമയം മുന്നിൽ ഒരുപാടുണ്ട്. പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് പോലും പഠിച്ച് എത്താനുള്ള ഒരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടുന്ന നല്ല സ്മാർട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് PSCക്ക് കുറെ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും കുറെ ആൾക്കാർ പുതിയതായിട്ട് ഇപ്പൊ സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് ഏജ് ലിമിറ്റ് കൂട്ടിയപ്പോൾ എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറയാനേ, PSCക്കൊക്കെ വർഷങ്ങളായിട്ട് പഠിക്കുന്നവരെ ഇത് വിചാരിക്കുക ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന്. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് കേട്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ആദ്യത്തെ കാര്യം പറഞ്ഞു തരാം. എന്താണ്? നമ്മുടെ LDC സിലബസ് ആണ്. എടാ, നമ്മള് പഠിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഫുൾ അവയർനെസ് നമുക്ക് ഉണ്ടാകണം. അല്ലാതെ എവിടുന്നെങ്കിലും പോയി ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, അവർ തരുന്നതെല്ലാം പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചു, ആ റാങ്ക് ഫയലിലുള്ളതെല്ലാം പഠിക്കുന്നു. ആ ഒരു സിസ്റ്റം അല്ല നമ്മള് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത്. പണ്ടത്തെ PSCയിലായിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിച്ച്, കുറെ ഫാക്ടുകളൊക്കെ കാണാതെ പഠിച്ച് നമുക്ക് പോയി പരീക്ഷ എഴുതാമായിരുന്നു. ആ വേണ്ടുന്ന നല്ലൊരു മാർക്കും കിട്ടുമായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറുന്നതനുസരിച്ച്, വർഷങ്ങൾ മാറുന്നതനുസരിച്ച് PSCയുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ പാറ്റേൺ, പണ്ടത്തെ LDC പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക, 2012 വല്ല നോക്കിയിട്ട് 2024 LDCയുടെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുകയാണെങ്കിൽ ആ വേരിയേഷൻ, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മളുടെ മുന്നിലുള്ള സമയം പ്രയോജനപ്പെടുത്തണം. അത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? LDCയുടെ സിലബസ് പ്രിന്റ് എടുത്ത് തന്നെ കയ്യിൽ വെച്ചോണം. ഫോണിലുണ്ട്, ലാപ്പിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്ന പോലെ എപ്പോഴെങ്കിലും നോക്കുക എന്നുള്ള രീതിയല്ല. നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യില് ആ ഒരു സാധനം ഉണ്ടാകണം. നമ്മൾ അതിലൂടെ വായിച്ച് ഒരുപാട് തവണ വായിച്ച് നമുക്ക് അതൊരു ക്ലാരിറ്റി വരും. ഒരു സബ്ജക്റ്റില് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് ഏത് സബ്ജക്റ്റിലെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഈ സിലബസ് കണ്ട് തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കയ്യിൽ പ്രിന്റ് എടുത്ത് തന്നെ കൈവശം വെക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും ആ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിക്കണം, ഏതൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി LDC സിലബസ് ഇതാ നോക്കിക്കേ. ഇനി നിങ്ങൾക്ക് LDC സിലബസ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് LDCയുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ഏതൊക്കെയാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഓരോ സബ്ജക്റ്റിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിക്കേ. നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിക്കകത്ത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, 5 മാർക്കാണ്. പിന്നെ ജോഗ്രഫി ആണ്, അതും 3 ഉണ്ട്. വേൾഡും ഇന്ത്യനും കേരളവും ഉണ്ട്, 5 മാർക്കാണ്. പിന്നെ എക്കണോമിക്സ് ആണ്, ധനതത്വശാസ്ത്രം 5 മാർക്കിന് വരുന്നുണ്ട്, കുറച്ച് ഏരിയ ഉള്ളൂ. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയാണ് 5 മാർക്കിന് വരുന്നത്. പിന്നെ നമ്മളെ കേരള ഗവേണൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ 5 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ ആണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം. SCRT ഒക്കെ ബേസിക് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സിലബസ് കവറായി പോകുന്നതായിരിക്കും. 6 മാർക്കാണ്. അതൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ള കാര്യം പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ആ 5 കാര്യങ്ങളല്ലേ വേണ്ടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രം. പിന്നെ ഫിസിക്സ് 3 മാർക്കും കെമിസ്ട്രി 3 മാർക്കും ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ കലാകായികം സാഹിത്യം സംസ്കാരം 5 മാർക്കിന് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ 3 മാർക്കാണ്. നമ്മളുടെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് കണ്ടോ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് വരുന്നത്. ഇനി കറണ്ട് അഫയേഴ്സ് 2027 പരീക്ഷയ്ക്ക് എവിടെ മുതൽ പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും.
അതിന്റെ ഡൗട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം, കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തതാ നോക്കിക്കേ, മാത്സും മെന്റൽ എബിലിറ്റി ആണ് 10 മാർക്കിനാണ് വരുന്നത്. ഇംഗ്ലീഷ് 10 മാർക്കാണ്. പിന്നെ നമ്മളുടെ പ്രാദേശിക ഭാഷ, മലയാളം ആണെങ്കിൽ മലയാളം, കന്നഡയാണെങ്കിൽ കന്നഡ, തമിഴാണെങ്കിൽ തമിഴ്. ഓക്കെ, അതൊരു 10 മാർക്കിന് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കൊരു മനസ്സിലായി ഇതിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മുടെ കയ്യിൽ ആ സിലബസ് ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ആ സിലബസ് കിട്ടി, നമ്മൾ ഏതൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങളിപ്പോൾ സിലബസ് ഒക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. പഠിക്കാൻ പോകുന്ന സമയത്ത് പല സബ്ജക്റ്റുകളും നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയായിരിക്കും അല്ലെ. ക്ലാസ് ഒന്നെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടു പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ സെന്റേഴ്സിൽ പോയി ക്ലാസ് കേട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുന്നു. എങ്ങനെ പഠിക്കുന്നവരോ ആയിക്കോട്ടെ, നമുക്ക് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കിട്ടണമെങ്കിൽ, ഓരോ സബ്ജക്റ്റുകളുടെയും ഒരു ബേസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതേതാണ്? നമ്മുടെ SCERT ആൻഡ് NCERT ആണ് കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കും NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്ററുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും ആ ടോപ്പിക്കുകളുടെ റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ചാപ്റ്റേഴ്സ് കൂടി ആദ്യമേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോ SCERTയുടെയും NCERT, ഇനി നിങ്ങൾ വിചാരിക്കും LDC പരീക്ഷ എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് NCERT നോക്കുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ ആ കമ്പനി ബോർഡ് LGSന്റെ 10th പ്രിലിംസിന്റെ, ഓക്കെ, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നില്ല, 10th പ്രിലിംസിന്റെ എക്സാം എഴുതിയവരാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ NCERT +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ജോഗ്രഫി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 10th ക്വാളിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ +1ന്റെയും +2ന്റെയും ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മളുടെ സിലബസിൽ വരുന്ന മിക്ക ടോപ്പിക്കുകളും എവിടെ കിടപ്പുണ്ട്? SCERTയിലും കിടപ്പുണ്ട്, NCERTയിലും കിടപ്പുണ്ട്. അപ്പോ അത് നിങ്ങൾ ആദ്യമേ ഒന്ന് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ഇനി ഞാൻ ആ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുണ്ടെങ്കിൽ അതിന്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ സബ്ജക്റ്റുകളും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, എവിടെയൊക്കെയാണ് കിടക്കുന്നത്, ഏതൊക്കെ ക്ലാസ്സിന്റെ ആണ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു PDF നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പ്രിന്റ് എടുത്ത് കൈവശം വെച്ച് പഠിച്ച് നോട്ട് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആദ്യമേ SCERTയും NCERTയും കവർ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ സിലബസ് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധമാണ്. എല്ലാവരും വിചാരിക്കും ഞാൻ ബേസ് സെറ്റ് ആക്കിയതിനു ശേഷം ക്ലാസ് കേൾക്കാം, അല്ലെങ്കിൽ ബേസ് സെറ്റ് ആക്കിയതിനു ശേഷം പഠിച്ചു തുടങ്ങാം എന്ന രീതിയിൽ നമ്മൾ SCERT NCERT ആദ്യമേ കവർ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാല് നമ്മളുടെ പോർഷൻ തീരത്തില്ല, സമയം പോയിക്കൊണ്ടേയിരിക്കും, നമ്മൾ അറിയത്തില്ല, എക്സാം ഇങ്ങ് വരും. പിന്നീട് നമ്മളെക്കാളും മുന്നേ സിലബസും SCERTയും ഒക്കെ കംപ്ലീറ്റ് ആക്കിയവർ എന്ത് ചെയ്യും? നല്ല മാർക്ക് നേടി മുന്നോട്ട് പോകും. നമ്മൾ അവിടെ വീണ്ടും വിഷമിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴേ നിങ്ങൾ സിലബസ് തുടങ്ങുക. സിലബസിനകത്ത് ഓരോ ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുന്നു. നിങ്ങൾ കേരള ഹിസ്റ്ററിക്കകത്ത് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എടുത്ത് പഠിക്കുകയാണ്. അപ്പോ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന, ആദ്യമേ നിങ്ങൾ ആ ടോപ്പിക് എടുത്ത് പഠിക്കാൻ പോവാന്ന് വെച്ചോ, അപ്പോ നിങ്ങൾ എന്താ ആദ്യമേ ചെയ്യേണ്ടത്? അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന SCERT NCERT ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ യൂറോപ്യന്മാരുടെ ചരിത്രം കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ +2ന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കേരള ചരിത്രത്തിലൂടെ എന്നുള്ള പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ യൂറോപ്യന്മാരുടെ ചരിത്രത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ രണ്ടും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്ത് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, എന്നിട്ട് പോയി യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ടോപ്പിക്ക് A to Z കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ആ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ SCERT കവർ ആകും, അതുപോലെ തന്നെ നമ്മുടെ സിലബസും കവറായി പോകും. അല്ലാതെ ആദ്യമേ SCERTയും NCERT ഒക്കെ പഠിച്ചു തീർത്ത് ആദ്യം തുടങ്ങും, 5ാം ക്ലാസ് തൊട്ട് തുടങ്ങും. 5ാം ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ
ദിവസങ്ങളോളം. 5ാം ക്ലാസ്സിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ 3-4 ദിവസം എടുക്കും. 6ാം ക്ലാസ്സിലെ വരുമ്പോൾ ഒരു 10 ദിവസം എടുക്കും. അങ്ങനെ അങ്ങനെ കൂടി ചാപ്റ്റേഴ്സിന്റെ ഇപ്പൊ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലേക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ബുക്കൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അപ്പൊ ചിലർ ചെയ്യുന്ന മണ്ടത്തിന് എന്താണെന്നറിയാമോ, മൊത്തം ഇരുന്നങ്ങ് പഠിക്കും. SCRT NCRT മൊത്തം ചാപ്റ്റേഴ്സ് ഇരുന്നങ്ങ് പഠിക്കും. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ സിലബസിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം, നമ്മുടെ സിലബസുമായിട്ട് മെർജ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതിനകത്ത് അവോയ്ഡ് ചെയ്ത് കളയേണ്ട ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. വെറുതെ ഇരുന്ന് എല്ലാം കൂടി ഇരുന്ന് പഠിച്ച് സമയം കളയരുത്. അതുകൊണ്ട് അതിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ ടോപ്പിക്ക് വരുന്ന ആ ഒരു ചാപ്റ്റേഴ്സ് നോക്കി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളതെല്ലാം സ്കിപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടി. LDC സിലബസും കിട്ടി, അതുപോലെ തന്നെ SCRT NCRTയുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റും കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ SCRT NCRT എങ്ങനെ ഡൗൺലോഡ് ചെയ്തിരുന്ന് പഠിക്കും, ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമഗ്ര വെബ്സൈറ്റ് SCRTയുടെ ബുക്ക് എടുക്കാനായിട്ട് സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. NCRT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അവിടെ കയറിയാൽ നമുക്ക് ഇതിന്റെ NCRT ബുക്സും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്കുകൾ ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ബുക്കുകളൊക്കെ അല്ലേ, അപ്പൊ ബുക്കുകളായിട്ട് ഇരുന്ന് നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഈ PDF ഒക്കെ നോക്കി സ്ട്രെയിൻ എടുത്ത് അത്രത്തോളം കണ്ണിന് പവർ കൊടുത്ത് എന്തിനാണ് വെറുതെ? നമ്മളുടെ കയ്യിൽ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ SCRTയുടെ ബുക്സ് ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കുക. വലിയ പൈസയൊന്നും ആവത്തില്ല. ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതി. സോഷ്യൽ സയൻസും ബേസിക് സയൻസും മാത്രം വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്താൽ ഓരോ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ SCRTയും NCRTയുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നമ്മുടെ കൈവശമുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? നമ്മളുടെ കയ്യില് നമ്മുടെ സിലബസ് ഉണ്ട്, അതുപോലെ തന്നെ NCRTയുടെയും SCRTയുടെയും ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇന്ന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനർ സെറ്റ് ആക്കണം. ഈ ഡെയിലി സ്റ്റഡി പ്ലാനർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ നോക്കിയാൽ ഡെയിലി സ്റ്റഡി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ബുക്കുകളൊക്കെ കിട്ടും. ചീപ്പ് റേറ്റേ ഉള്ളൂ, 120-150 രൂപയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ അത് വേണ്ട, നിങ്ങൾ സാധാരണ ഒരു നോട്ട്ബുക്ക്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ടീസ് ബുക്കോ നോട്ട് ബുക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡെയിലി സ്റ്റഡി പ്ലാനർ ആയിട്ട് യൂസ് ചെയ്യാം. എന്തിനാണ് ഈ ഡെയിലി സ്റ്റഡി പ്ലാനർ? നമ്മൾ ഒരു ലക്ഷ്യവും ഇല്ലാതെ പഠിക്കുന്നതിന് പകരം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു ലക്ഷ്യം വെക്കുകയാണെങ്കിൽ, നമ്മൾ വെറുതെ ബുക്ക് ഇങ്ങനെ തുറന്നിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അയ്യോ സമയമില്ല, എനിക്കിത് തീർക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി സ്റ്റഡി പ്ലാനർ ഉണ്ടാകണം. നിങ്ങൾ ഇപ്പം ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇതേടക്കത്തെ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് മാത്രം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓരോ സമയം, ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്തിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. എത്ര മണിക്കൂർ കിട്ടുമെന്ന് നോക്കുക. അതിനെ നിങ്ങൾ വീണ്ടും തന്നെ ചെയ്യുക, ഓരോ സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. ഇപ്പൊ രാവിലെ നിങ്ങൾ ഇപ്പം ജോഗ്രഫി പഠിക്കുന്നു. ഓക്കെ, രാവിലെ നിങ്ങൾ ജോഗ്രഫിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നു, അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള SCRT പഠിക്കുന്നു. അങ്ങനെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിച്ചു തീരുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, അത് ടിക്ക് ചെയ്ത് മാറ്റി വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടെങ്കിൽ, അത് നമുക്കിപ്പം ഇന്ന് നിങ്ങളൊരു 5 ടോപ്പിക്ക് പഠിച്ചു എന്നിരിക്കട്ടെ, അടുത്ത ദിവസം നിങ്ങൾ അടുത്ത ടാർഗറ്റ് എന്തായിരിക്കണം, ഒരു 6 ടോപ്പിക്ക് പഠിക്കാനായിരിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യുക, ഇംപ്രൂവായി വരാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഡെയിലി പ്ലാനർ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡെയിലി പ്ലാനർ സെറ്റ് ആക്കി പഠിക്കുക. ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു കഴിയുമ്പോഴും അതിനകത്ത് ടിക്കിടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, അത് പഠിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ടിക്കിടാൻ വേണ്ടി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ റിവിഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, 1,
4-7 147 റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവിഷൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ദിവസമാണ് ഇത്. ഒന്നാമത്തെ ദിവസം പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നാമത്തെ ദിവസം നല്ല ഓർമ്മയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിന് എടുത്ത് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്തിട്ട് നമുക്ക് കിടക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇനി 4ാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മൾ 1, 2, 3 ദിവസങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. 4ാമത്തെ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന്, എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മ കാണത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഡെയിലി പ്ലാനർ എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക് ആയിരുന്നു എന്ന് നോക്കിയിട്ട് അതിനെ വീണ്ടും റിവിഷൻ ചെയ്തിട്ട് വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുകയോ മാർക്ക് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മൾ അത് കാണുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ 2ാമത്തെ റിവിഷൻ കഴിഞ്ഞു. ഓക്കെ, ഒരു റിവിഷൻ കഴിഞ്ഞു, 2ാമത്തെ റിവിഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇനി 7ാമത്തെ ദിവസം അത് വീണ്ടും എടുത്ത് ഒന്നും കൂടെ റിവിഷൻ ചെയ്താൽ ആ ടോപ്പിക് സെറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഓരോ ഓർമ്മക്കുറവും വരത്തില്ല, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ 3ാമത്തെ റിവിഷൻ കഴിഞ്ഞു എന്നുള്ളത് മാർക്ക് ചെയ്ത് പോകണം. അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയങ്ങളിൽ ഇങ്ങനെ പോർഷൻസ് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ടോപ്പ് 100-നകത്ത് വരും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്ത കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം എന്താണെന്നറിയാമോ, ദാണ്ടെ ഷോർട്ട് നോട്ട്ബുക്ക്. ഓക്കെ, ഷോർട്ട് നോട്ട്ബുക്കും മെമ്മറി ബുക്കും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒറ്റ ബുക്കായിട്ട് യൂസ് ചെയ്യാം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതുന്ന ബുക്കിന്റെ ബാക്ക് സൈഡിൽ നിന്ന് മെമ്മറി ബുക്കായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് എന്താണ് ഷോർട്ട് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് വലിച്ചുവാരി വലിയ നോട്ടായിട്ട് എഴുതി സമയം കളയാനായിട്ട് നിൽക്കരുത്. നിങ്ങളിപ്പം ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ എൻട്രിയുടെ ക്ലാസ് നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ PDF നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. ഇങ്ങനെ അത് മൊത്തത്തില് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടമാകും. അങ്ങനെയും ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേഴ്സണലി പറയുകയാണ്, അങ്ങനെ മൊത്തത്തില് എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കാനായിട്ട് നിൽക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുക്കുക. ഒരു പേജിന്റെ 2 സൈഡിൽ, ഒരു പേജിൽ തന്നെ 2 പേപ്പർ പ്രിന്റ് എടുക്കാൻ പറ്റും. വലിയ പൈസയൊന്നും ആവത്തില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ PDF കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് എടുത്തിരുന്ന് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ പഠിക്കാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ കണ്ണിന്, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. പറ്റുമെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് എന്തെങ്കിലും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഷോർട്ട് നോട്ട് എങ്ങനെ ചെയ്യും? ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, നമ്മള് ക്ലാസ് കേട്ട് പഠിക്കുന്നു, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഷോർട്ടാക്കി എഴുതിയെടുക്കുന്നു. വളരെ ഷോർട്ടാക്കി എഴുതിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആൻസേഴ്സ് മാത്രം മതി. ഓക്കെ, ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന്റെ മാത്രം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1900 ആ ഒരു റേഞ്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ഇത് നോക്കാനായിട്ട് പറ്റും. 1946 ഡിസംബർ 6-ന് എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നു, കൊടുക്കാം. ഓക്കെ, സമ്മേളനം കൊടുത്തിട്ട് അതിന്റെ ഡേറ്റ് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഷോർട്ടാക്കി ആൻസേഴ്സ് മാത്രം ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു പേജ് കഴിയുമ്പോൾ അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം. അത് മാത്രം മതി നമുക്ക് റിവിഷന് യൂസ് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ആ ടോപ്പിക്ക് മൊത്തത്തിൽ ഇരുന്ന് ക്ലാസ് കേട്ട് വീണ്ടും റിവിഷൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് 147 റിവിഷൻ ചെയ്യാൻ ഇത് മതി. എക്സാമിന് മുമ്പായിട്ട് റിവിഷൻ ചെയ്യാൻ നമുക്ക് ഈ ഷോർട്ട് നോട്ടിന്റെ ബുക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. റാങ്ക് ഫയലോ നോട്ടുകളോ ഒന്നും ആദ്യം തൊട്ടിരുന്ന് കേട്ട് കണ്ട് പഠിക്കേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല. അപ്പൊ ആ ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. എല്ലാ സബ്ജക്റ്റുകൾക്കും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അത് തീരുന്നതനുസരിച്ച് അടുത്തടുത്ത ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു പോയാൽ മതി. മുകളിൽ എഴുതി വെച്ചേക്കണം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ ബാക്കി റിവിഷൻ ടൈം ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. എക്സാം ടൈമിലും റിവിഷൻ നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. നല്ല മാർക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഇനി എന്താണ് ഈ മെമ്മറി ബുക്ക്? നിങ്ങൾ ഇപ്പം ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഏതെങ്കിലും ഏരിയ, ഓക്കെ, ഇപ്പം കേരളത്തിലെ ആദ്യ മന്ത്രിസഭ, മന്ത്രിമാരെയും വകുപ്പുകളും പഠിക്കാൻ നമുക്ക് തിരിഞ്ഞു മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് അത് അങ്ങോട്ട് കിട്ടുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക എന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറി ബുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് വർഷങ്ങളായിക്കോട്ടെ, ഇതേപോലെ കമ്പാരിസൺ വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു മെമ്മറി ബുക്ക് കീപ്പ് ചെയ്യുന്നു. അതായത് നമ്മൾ റിവിഷനോടൊപ്പം തന്നെ ആ മെമ്മറി ബുക്കിലുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെമ്മറി ബുക്ക് നമുക്ക് വെച്ച് മാക്സിമം അതങ്ങ് ഈസി ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ,
അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഏറ്റവും അവസാനത്തെ ഒരു കാര്യമുണ്ട്. അത് എന്താന്ന് വെച്ചാല് OMR ഷീറ്റ് ആണ്. എന്തിനാണ് നമ്മൾ ഈ OMR ഷീറ്റ് ചെയ്യുന്നത്? എന്റെ കുട്ടികൾക്ക് നമ്മളുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനൊക്കെ നമുക്ക് അറിയാം, ഓരോരുത്തർക്കും പറ്റുന്ന അബദ്ധങ്ങൾ നമ്മൾ അവരൊന്ന് പറയുമ്പോഴാണ് അയ്യോ ഇങ്ങനെയും പറ്റാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. അതായത് നമ്മള് എന്താണ് OMR ഷീറ്റ് നമ്മൾ ഒരുപാട് പേർക്ക് ഈ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്തായിരിക്കും ആദ്യമായിട്ട് ആ OMR ഷീറ്റ് കാണുന്നത്. അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സാം എഴുതുന്നവരായിക്കോട്ടെ, കുറെ നാൾ കഴിഞ്ഞ് PSC എക്സാം എഴുതുന്നവരായിക്കോട്ടെ, ആ OMR ഷീറ്റ് കയ്യിൽ എത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. സ്വാഭാവികമായും PSC എഴുതുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. എന്താണ്? തെറ്റിപ്പോകുമോ? അപ്പോഴേ ടീച്ചർ പറയും തെറ്റാതെ ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം. ഇങ്ങനെ പറയുമ്പോഴേ തന്നെ നമ്മളുടെ പകുതി ശ്വാസം ഒന്ന് പോകും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ടെൻഷനോടെ ഇരുന്നായിരിക്കും നമ്മൾ OMR ഷീറ്റ്. അത് കാരണം നമ്മളത് പരിചിതമല്ല, നമുക്ക് ആ ഷീറ്റ് പരിചിതമല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് OMR പ്രാക്ടീസ് ചെയ്യുക. OMR പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് ഒന്ന് നമ്മളുടെ ടെൻഷൻ കുറയ്ക്കും, മറ്റൊന്ന് നമുക്ക് തെറ്റാനുള്ള സാധ്യത, അതിപ്പോ എഴുതുന്ന മെയിൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിക്കോട്ടെ, ആൻസേഴ്സ് ആയിക്കോട്ടെ, അത് തെറ്റാനുള്ള സാധ്യത കുറയ്ക്കുകയും നമുക്ക് ഒരു സാധാരണ ഒരു ബുക്ക് നമ്മൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരു ബുക്ക് പോലെ നമുക്ക് അതിനെ കണ്ട് എക്സാം ഹോളിൽ കൂളായിട്ടിരുന്ന് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നു OMR ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. OMR ഷീറ്റ് നിങ്ങൾക്ക് ഇപ്പം ഒന്നെങ്കിൽ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം. ഞാൻ OMR ഷീറ്റിന്റെ ഒരു PDF കൂടി കൊടുത്തേക്കാം. ലിങ്കിൽ നിങ്ങൾക്ക് OMR ഷീറ്റിന്റെ PDF കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ OMR ഷീറ്റ് ഒന്നെങ്കിൽ കൊണ്ടുപോയി പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണോ രണ്ടെണ്ണം പ്രിന്റ് എടുത്തിട്ടും പെൻസിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് 10-12 പ്രിന്റ് എടുത്ത് എന്ത് ചെയ്യാം? കയ്യിൽ വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? മുന്നത്തെ PSC പരീക്ഷകളുണ്ടല്ലോ, LDC പരീക്ഷകളുണ്ടല്ലോ, ഓരോ ജില്ലകളുടെയും പരീക്ഷകൾ ഉണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, LDC ക്വസ്റ്റ്യൻസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ഇടയ്ക്കെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഇടയ്ക്കെന്ന് വെച്ചാൽ നിങ്ങൾ ടൈം ടേബിളിനകത്ത് സെറ്റ് ചെയ്യണം. ഒരാഴ്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിൾ പോകേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാനും സാധിക്കും, ആ ഒരു ടൈം മാനേജ്മെന്റ് കൊണ്ടുവരാനും സാധിക്കും. OMR ഷീറ്റുമായിട്ട് നമ്മൾ കുറച്ചും കൂടെ അടുക്കുകയും ചെയ്യും. നമുക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ വരുന്നത്, നമ്മൾ ഏതിലാണ് ബാക്കിലോട്ടുള്ളത്, നമ്മളുടെ മാർക്ക് പോകുന്ന ഏരിയ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഏരിയ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ഇംപ്രൂവ് ആക്കാനും സാധിക്കും. അതാണ് OMR ഷീറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഓഗസ്റ്റ് 10 നമ്മുടെ LDC സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ അതിന്റെ അഡ്മിഷൻ ക്ലോസ് ആവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ LDC ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. നമുക്ക് ഫുൾ സിലബസ് ഒക്കെ കവർ ചെയ്ത് അടിപൊളി സ്റ്റഡി പ്ലാൻ വെച്ച് നമുക്ക് എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് എക്സാംസിന് തയ്യാറെടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 5 ടിപ്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ കൈവശം ഇനി മുതൽ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി നമ്മള് ഇത് നിർത്തുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾക്ക് LDC പ്രിപ്പറേഷന് വേണ്ടുന്ന ടൈം ടേബിൾ, സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള PDF പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു PDF നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം നിങ്ങളുടെ കൈവശം വെച്ചിട്ട് നല്ല പോലെ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. LDCയുടെ കോഴ്സൊക്കെ നമ്മള് എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം LDC മുന്നൊരുക്കം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പൊ പൊക്കോണ്ടിരിപ്പുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്തിരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത പുതിയ ഒരു പടയോട്ടം എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ പുതിയൊരു LDC കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല പോലെ പഠിക്കുക, നല്ല റിസൾട്ട് നേടുക, അടിപൊളിയായിട്ട് നല്ല ഒരു ഗവൺമെന്റ് ജോബ് നേടി പോവുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.